ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദർ ആർ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആൻഡ് സെക്കൻഡ് വൺ ഗ്രൂപ്പ്ഡ് ഡാറ്റ. And grouped data are of two types: discrete frequency distribution and continuous frequency distribution. For example, consider the marks of 20 students: 3, 41, 45, 3, 26, etc. The above one is an example of ungrouped data. Just data നമുക്ക് തന്നിട്ടേ ഉള്ളൂ, അതിന് ഒരു തരത്തിലും ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഡാറ്റയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. And in this case, mean denoted by x bar is equal to sum of the observations divided by total number. ഇനി ഈ സെയിം ഡാറ്റേനെ ഞാൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്കും ചേഞ്ച് ചെയ്യാണ്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒബ്സർവേഷൻസ് നോക്കുക, അത് ഓരോന്നും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, അതിനെയാണ് ആ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ്, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കുക. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ വരുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന 2 ആണ്. 2 ഇവിടെ 3 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻസിനെ നമ്മൾ XI കൊണ്ട് ഡിനോട്ട് ചെയ്യും, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് FI കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 3 ടൈംസ്, 3 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 4 ടൈംസ്, 26 3 ടൈംസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ കേസിൽ മീൻ കാണുന്നത് XI FI കാണുക, ആഡ് ചെയ്യുക, അതായത് സിഗ്മ XI FI ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ സിഗ്മ FI ആണ്, അത് നമ്മൾ ക്യാപിറ്റൽ N കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ XI FI ഡിവൈഡഡ് ബൈ N. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽസ് ആക്കുക. ആ ഇൻ്റർവെൽസിൽ വരുന്ന ഡാറ്റ എത്ര എന്നുള്ളത് FI കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ആക്കിയിരിക്കുന്നത് 0, 10, 10, 20 അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മുടെ മാക്സിമം മാർക്ക് 45 ആയതുകൊണ്ട് 50 ആ റേഞ്ചിലെടുത്തു. അപ്പോൾ 0, 10 വരുന്ന ഒബ്സർവേഷൻസ്, അപ്പോൾ 2 3 ടൈംസ് ഉണ്ട്, 3 4 ടൈംസ് ഉണ്ട്, ദാറ്റ് ഈസ് 7. 10 to 20 ഒന്നുമില്ല, ദാറ്റ് ഈസ് 0. 20 30 വരുന്നത് 26 മാത്രമാണ് 3 ടൈംസ്. അതുപോലെ 30 40 വരുന്നത് 35 ആണ് 4 ടൈംസ്. 40 50 41 45, ദാറ്റ് ഈസ് 5 + 1, ദാറ്റ് ഈസ് 6. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെയും മീൻ കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്, സിഗ്മ XI FI ഡിവൈഡഡ് ബൈ സിഗ്മ FI അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ N. ഇവിടെ ഈ കേസിൽ XI എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണാം 0, 10 മിഡ് പോയിൻ്റ് 5, 10 20 15. അപ്പോൾ ആ രീതിയിൽ XI നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ XI FI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, where N is equal to സിഗ്മ FI. ഇനി വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് ആദ്യം അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ നോക്കാം. അപ്പോൾ വേരിയൻസ് ഓഫ് N ഒബ്സർവേഷൻസ് x1 x2 എക്സെട്ര xN ഈസ് ഗിവൺ ബൈ വേരിയൻസ്, അതിൻ്റെ സിമ്പിൾ സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ. X ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ. And standard deviation is denoted by sigma and is defined as root of variance. അപ്പോൾ ഈ സിമ്പൽ സിഗ്മ എന്ന് പറയുന്ന സിമ്പലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, അതിലാണ് നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് കാണണം? X ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ആണ്. സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് ഇവിടെ? 8. അപ്പോൾ N is equal to 8. അപ്പോൾ X ബാർ എന്ന് പറഞ്ഞാൽ 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 divided by 8, that is 72/8, 9.
ഇനി നിങ്ങൾക്ക് കോളം വരച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഐ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് നമ്മൾ എഴുതി. നമുക്ക് വേണ്ടത് ഇവിടെ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ് ബാർ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടു. ഇനി കാണുന്നത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സം ആണ് ഇത് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. വേരിയൻസ് ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് 1/8 ഇൻറ്റു 9 + 4 + 1 + 9 + 16 + 25 + 1 + 9. That is 1/8 into 74, so 9.25. Standard deviation ആണ് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9.25. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതിയിട്ട് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കറിയാം അവിടെ ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ടാവും. So that is of the form x1, x2, etc. xn. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് f1, f2, etc. fn. അപ്പോൾ ഈ കേസിൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു 1/N ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. ഇതാണ് ഇവിടെ ഇക്വേഷൻ വരിക. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ഐ. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എക്സ് ഐ ഇവിടെ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വേഷനിൽ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ അരിത്തമെറ്റിക് മീൻ എന്താണ്? സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ഓർ എൻ. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് ബാർ മാത്രം പോരാ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ വേണം ഇൻറ്റു എഫ് ഐ, അത്രയും കോളം വേണം. അപ്പോൾ നമുക്ക് ആദ്യം കോളം വരക്കാം. എക്സ് ഐ എഫ് ഐ അരിത്തമെറ്റിക് മീൻ വേണമെങ്കിൽ നമുക്ക് എക്സ് ഐ എഫ് ഐ വേണം. സോ നെക്സ്റ്റ് കോളം എക്സ് ഐ എഫ് ഐ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കാണാം. പിന്നെ നമ്മുടെ ഇക്വേഷനിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ, പിന്നെ വേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അടുത്തത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. അപ്പോൾ നമുക്ക് ചെയ്യാം. എക്സ് ഐ വാല്യൂ നമ്മൾ എഴുതി കഴിഞ്ഞു. തന്നിരിക്കുന്നത് 4, 8, 11, 17, 20, 24, 32 ആണ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഫ് ഐ മാർക്ക് ചെയ്തു. എക്സ് ഐ എഫ് ഐ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 8 × 5 40, അങ്ങനെ. അതിൻ്റെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിവിടെ സിഗ്മ എഫ് ഐ വേണം, സിഗ്മ എക്സ് ഐ എഫ് ഐ വേണം. അപ്പോൾ അത് ആദ്യം ഒന്ന് കണ്ടുവെക്കാം നമുക്ക്. കാര്യം നമുക്ക് മീൻ കാണാനാണ്. ഓക്കെ, സോ മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ is equal to sigma xi fi by sigma fi or capital letter N. So 420 divided by 30, that is 14. ഇനി നമുക്ക് വേണ്ടത് ഓരോ ഒബ്സർവേഷനിൽ നിന്നും എക്സ് ബാറിലേക്കുള്ള ഡിഫറൻസ്, അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അപ്പോൾ ഓരോന്നും കാണുക. ഓക്കെ, എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു? 4 ആണ്. സോ 4 മൈനസ് എക്സ് ബാർ എന്ന് 4 മൈനസ് 14, ദറ്റ് ഈസ് -10. 8 മൈനസ് 14, ദറ്റ് ഈസ് -6. ആ രീതിയിൽ നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടു. നമുക്ക് വേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി വേണ്ടത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ആണ്. സോ 100 × 3 300, 36 × 5 180. ആ രീതിയിൽ നമ്മൾ കോളം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേരിയൻസ് കാണാൻ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. അപ്പോൾ ഈ ടോട്ടലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1374 കിട്ടി. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ 1/N ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. ദറ്റ് ഈസ് 1/30 ഇൻറ്റു അതിൻ്റെ സമ്മ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 1374. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 45.8. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് വരിക? റൂട്ട് ഓഫ് വേരിയൻസ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 45.8. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് നോക്കാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷേ എക്സ് ഐ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കാണേണ്ടി വരും. എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ. ഇനി അല്ല, ഇതിനെ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ മറ്റൊരു ഇക്വേഷൻ കിട്ടും. വേണമെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും വേരിയൻസ് കാണാൻ സെയിം ഇക്വേഷൻ തന്നെയാണ്. 1/N ഇൻറ്റു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ്.
ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനും യൂസ് ചെയ്യാം, നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 1/N ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ xi സ്ക്വയർ fi മൈനസ് സിഗ്മ xi fi ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ നേരത്തെ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിലും ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്ത്, ആ സെയിം ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് വേരിയൻസ് ഈസ് ഈക്വൽ ടു 1/N ഇൻറ്റു സിഗ്മ xi മൈനസ് x ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi. അപ്പോൾ നമ്മളിവിടെ xi കാണണം, അതായത് മിഡ് പോയിൻ്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെല്ലാണ്. ബാക്കിയൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ് ബാർ കാണണം, പിന്നെ കോളം വരക്കണം. അപ്പോൾ നമ്മൾ കോളം വരക്കണമെങ്കിൽ എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ സിഗ്മ xi fi ഡിവൈഡ് ബൈ സിഗ്മ fi ആണ്. അപ്പോൾ xiയുടെ കോളം, fiയുടെ കോളം, xi fiയുടെ കോളം, xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അടുത്ത കോളം xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi. അപ്പോൾ നമുക്ക് കോളം വരക്കാം. അപ്പോൾ തന്നിട്ടുള്ള ക്ലാസ്സസ് എഴുതി, ഫ്രീക്വൻസി എഴുതി, ഇനി മിഡ് പോയിൻ്റ് എഴുതണം. കാര്യം നമുക്ക് xiയുടെ ആവശ്യമുണ്ട്. പിന്നത്തെ കോളം xi fi. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ xi മൈനസ് എക്സ് ബാർ ഒരു കോളം എഴുതാം, അല്ലെങ്കിൽ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിലേക്ക് പോകാം. അടുത്ത കോളം xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi. ഓക്കെ, അപ്പോൾ ഇവിടെ xi fi ഈ രണ്ട് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് xi fi ആയി അതിൻ്റെ ടോട്ടൽ കാണുക. ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മീനിലേക്ക് പോകാം. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ സിഗ്മ xi fi ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഈസ് 3100 ഡിവൈഡഡ് ബൈ 50, 62. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വേരിയൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. 1/N ഇൻറ്റു സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് xi, അതായത് 35 മൈനസ് 62, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിയിൽ ഓരോന്നും എഴുതുക. അടുത്ത കോളം വരിക xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi. അപ്പോൾ fi ഇവിടെ 3 കാണാം. അപ്പോൾ 729 ഇൻറ്റു 3. ഓക്കെ, ഈ രണ്ട് കോളവും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. നമുക്കിതിൻ്റെ സിഗ്മ ആവശ്യമുണ്ട്, അതായത് സം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടോട്ടൽ ചെയ്തിട്ട് താഴെ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ വേരിയൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/50 ഇൻറ്റു ഈ സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു fi എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലാണ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 201 കിട്ടി. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ റൂട്ട് ഓഫ് 201 ദാറ്റ് ഈസ് 14.17. ഇങ്ങനെ ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ മറ്റൊരു വിധത്തിൽ സെക്കൻഡ് ഇക്വേഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ ക്ലാസ്, ഫ്രീക്വൻസി, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ 1/N ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ xi സ്ക്വയർ fi മൈനസ് സിഗ്മ xi fi ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ n 50 ആണ്, എക്സ് ബാർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് നേരത്തെ അല്ലേ. ഓക്കെ, നമുക്കിവിടെ ആവശ്യമുള്ളത് xi fi വേണം. ഇവിടെ സിഗ്മ xi fi ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ xi fi കാണണം, അതിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ സിഗ്മ xi fi കിട്ടും. ഇവിടെ xi സ്ക്വയർ fi വേണം. അപ്പോൾ കോളം വരിക, നമ്മൾ ക്ലാസ് എഴുതി fi നമുക്ക് കിട്ടി. ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണുമ്പോൾ xi കിട്ടി. അടുത്ത കോളം xi fi, നെക്സ്റ്റ് കോളം xi സ്ക്വയർ fi. ഇപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് xi fi കിട്ടും. xi fi ഇൻറ്റു xi എടുത്തു കഴിഞ്ഞാൽ xi സ്ക്വയർ fi കിട്ടും. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഈ രണ്ട് കോളം മൾട്ടിപ്ലൈ ചെയ്താണ് ഇത്. അതിൻ്റെ ടോട്ടൽ കാണുക, ഇതിൻ്റെ ടോട്ടൽ ആവശ്യമുണ്ട് നമ്മൾ കാണുക, ഇതിൻ്റെ ടോട്ടൽ. ഇനി ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 14.177. നേരത്തെ കിട്ടിയ സെയിം ആൻസർ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സോ ഇറ്റ് ഈസ് 201. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ.